ഇനി നമ്മൾ ഷിരൂരിലേക്കാണ് പോകുന്നത്. ഷിരൂരിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്താനുള്ള 3ാം ഘട്ട തിരച്ചിൽ തുടരുന്നു. കോണ്ടാക്ട് പോയിന്റ് 1ഉം 2ഉം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന. നേരത്തെ സ്ട്രോങ് പോയിന്റ് എന്ന് കണ്ടെത്തിയ CP4 പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ന് ദാബ് സ്ഥിതി ചെയ്തിരുന്നതിന്റെ പുറകുവശത്തും മണ്ണു നീക്കി പരിശോധിച്ചേക്കും. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ദൗത്യം കൂടുതൽ സങ്കീർണമാകും. ദീപക് മലയമ്മയുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഷിരൂരിലേതായാലും തിരച്ചിൽ തുടരുകയാണ്. അർജുന്റെ ട്രക്ക് കണ്ടെത്താനുള്ള ദൗത്യം ഇന്നും തുടരുമ്പോൾ ഏതെല്ലാം പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും ഇന്നത്തെ പരിശോധന ഉണ്ടാവുക? ഒപ്പം തന്നെ ഏത് രീതിയിലായിരിക്കും ഈ ഒരു തിരച്ചിൽ ഏകോപിപ്പിക്കുക? ദീപക്. തുളസി, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലൻ എത്തുകയും അവിടെ പരിശോധനകൾ പൂർത്തിയാക്കുകയും അദ്ദേഹം നേരത്തെ കണ്ടെത്തിയിട്ടുള്ള 4 പോയിന്റുകളിൽ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് എന്ന് കരുതിയിരുന്ന പോയിന്റ് 4, കോണ്ടാക്ട് പോയിന്റ് 4, ഒപ്പം തന്നെ അതിന് തൊട്ടടുത്തുള്ള കോണ്ടാക്ട് പോയിന്റ് 3 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകിയ നിർദ്ദേശം. അതനുസരിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിൽ കോണ്ടാക്ട് പോയിന്റ് 3ഉം 4ഉം ചേർന്ന് കിടക്കുന്ന ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഡ്രഡ്ജിംഗ് കമ്പനി നടത്തി. പക്ഷേ കാര്യമാത്രം പ്രസക്തമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് കാർവാർ MLA ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോണ്ടാക്ട് പോയിന്റ് 1, 2 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, അതായത് ആ മൺതിട്ട രൂപപ്പെട്ട് കിടക്കുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്കാണ് ഇന്ന് കടക്കുക. നേരത്തെ തന്നെ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം ഈ കാര്യം വ്യക്തമാക്കിയതാണ്. ആദ്യം കണ്ടെത്തിയ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ആവശ്യമെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പരിശോധന നടത്തുക എന്നുള്ളതും. ഒപ്പം തന്നെ കോണ്ടാക്ട് പോയിന്റ് 1ഉം 2ഉം അത്തരത്തിൽ വ്യക്തമായ സൂചനകളൊന്നും തന്നെ നൽകുന്നില്ലെങ്കിൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ ദാബയ്ക്ക് പിറകുവശത്തേക്ക് മണ്ണ് നീക്കിയിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് അത്തരത്തിൽ ലോറി ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധനയിലേക്ക് കൂടി കടക്കാനുള്ള തീരുമാനം ഈ ഒരു ഘട്ടത്തിലുണ്ട്. അത് ഗംഗാവലി നദിയിൽ നിന്ന് അതിൻ്റെ കരയിലേക്കുള്ള ഭാഗത്ത് മണ്ണ് നീക്കിയിട്ട പ്രദേശത്തെ അല്പം മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കാനാണ് ആലോചിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന ഒരു സാഹചര്യം പൊതുവെ ഈ ഗംഗാവലിയുടെ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഷിരൂരിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ റെഡ് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി പശ്ചാത്തലത്തിൽ ജലനിരപ്പ് നദിയിലേത് ഉയരുകയാണ് എങ്കിൽ ആ ഒരു മേഖലയിൽ ഡ്രഡ്ജർ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള പരിശോധനയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ വലിയ പ്രതിബന്ധങ്ങൾ ഇല്ല എന്ന് പറയാം. എങ്കിൽ പോലും ജലനിരപ്പ് കൂടുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കും ദൗത്യത്തെ എന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്തായാലും ഇന്നത്തെ ദിനം എന്ന് പറയുന്നത് ഈ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിലേക്കൊക്കെ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം എത്തുന്നതിലേക്ക് കൂടി കാര്യങ്ങളെ നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ വൈകിട്ടാണ് കോണ്ടാക്ട് പോയിന്റ് 3യുടെ ഭാഗത്ത് നിന്ന് ഒരു ലോഹഭാഗം കണ്ടെടുക്കുന്നത്. അത് സ്കൂബ ഡൈവേഴ്സ്, ഡ്രഡ്ജിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്കൂബ ഡൈവേഴ്സ് നടത്തിയ നീക്കം. അതിനൊടുവിലാണ് ഒരു മെറ്റൽ പാർട്ട് കണ്ടെത്തിയത്. അത് ഏറ്റവും ഒടുവിൽ വൈകിട്ട് കരയിലേക്ക് എത്തിച്ചു. മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, ലോറി ഉടമകൾ അത് പരിശോധിച്ചു. പക്ഷേ അത് ട്രക്കിൻ്റേതാണ്, നേരത്തെ കണ്ടെത്തിയിരുന്ന ട്രക്കിൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറിച്ച് അർജുൻ്റെ വാഹനത്തിൻ്റേതല്ല എന്നുള്ള സ്ഥിരീകരണവും ആ കാര്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു തുമ്പിലേക്ക് ഇപ്പോഴും എത്താൻ കഴിയുന്നില്ല എന്നുള്ള പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നുണ്ട്. പല വിധത്തിൽ സ്കൂട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പോലും അർജുൻ്റെ വാഹനത്തിൻ്റേത് എന്ന് കരുതാവുന്ന ഒരു വലിയ പാർട്ട് ഒരു ഭാഗത്തു നിന്നും ഇതുവരെ നടത്തിയ തെരച്ചിലുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം ഇനി എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് വൈകിട്ടോടുകൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. ശരി, ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ 5ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കോണ്ടാക്ട് പോയിന്റ് 1ഉം 2ഉം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നടക്കുക. ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.